എന്തുകൊണ്ടാണ് ഈ കൊലപാതകം ഷാജി സുധയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യമായിരുന്നു തുടക്കം മുതൽ ഉയർന്നത്. അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. പ്രതി തന്നെ ഇക്കാര്യം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. തന്റെ കുടുംബജീവിതം തകർമെന്നായപ്പോൾ, അതായത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വഴിവിട്ട ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്നലെ തന്നെ വ്യക്തമായ കാര്യമാണ്. അത് ഈ ഷാജിയുടെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നായപ്പോഴാണ് അയാൾ സുധയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നത്. സുധയെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന, വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. ഷാജി തന്നെ വിവാഹം കഴിക്കും, തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമെന്നൊക്കെ സുധ സ്വപ്നം കണ്ടു കാണും. പക്ഷേ ഷാജിയെ സംബന്ധിച്ച് തന്റെ കുടുംബം, കുട്ടികൾ, അങ്ങനെ പല അഭിമാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും വിവാഹമോചനമൊന്നും ഷാജി ആഗ്രഹിക്കുന്നില്ല. ഷാജിയെ സംബന്ധിച്ചൊരു മറ്റൊരു റിലേഷൻഷിപ്പ് എന്നത് ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് എന്ന് മാത്രമാണ് സുധയെ കണ്ടത്. പലപ്പോഴും എല്ലാ കേസുകളിലും ഇതുപോലുള്ള സമാനമായിട്ടുള്ള പല കൊലക്കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അടിസ്ഥാന കാരണം ഈ കുടുംബം തന്നെയായിരിക്കും. കാരണം തന്റെ കുടുംബജീവിതത്തിലേക്ക് ഈ മറ്റു ബന്ധങ്ങളെ അല്ലെങ്കിൽ ഈ വഴിവിട്ട ബന്ധങ്ങളെ സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, അതൊരു അതിബുദ്ധിയാണ്. ഷാജി കാണിച്ചതും അത്തരമൊരു ക്രിമിനൽ ബുദ്ധിയാണ്. കാരണം സുധയെ സംബന്ധിച്ച് ആത്മഹത്യ പ്രവണതയുള്ള ഒരു സ്ത്രീയാണ്. അവരെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ആരും സംശയിക്കില്ല. കാരണം സുധ പലപ്പോഴും ആത്മഹത്യ ചെയ്യും എന്ന് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ ഇവിടെ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിക്കുക, ആ സമീപത്തേക്ക് എത്തിക്കുക, റെയിൽവേ ട്രാക്കിൽ ഒരു ട്രെയിൻ കയറി ഇറങ്ങി ആ മൃതശരീരം ചിന്നിച്ചെറി കഴിയുമ്പോൾ ഒരു കാരണവശാലും മറ്റു തെളിവുകൾ ഉണ്ടാകില്ല. എല്ലാ തെളിവുകളും പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല അത് ആത്മഹത്യ അല്ല എന്നൊരു സംശയം ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല. പക്ഷെ അവിടെയാണ് ഈ കേസിൽ സംഭവിച്ചത് എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുമെന്നത്. കാരണം ഷാജിയുടെ കണക്കൂട്ടുകളെല്ലാം തകർന്നത് അവിടെ അത് റെയിൽ ഗതാഗതം ഇല്ലാത്തൊരു റെയിൽവേ ട്രാക്ക് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഷാജി കരുതിയത് പിറ്റേ ദിവസം പുലർച്ചെ കാണുമ്പോൾ ആ മൃതദേഹം അവിടെ ചിന്നിച്ചെതറും, പൂർണ്ണമായും നശിക്കും, എല്ലാ തെളിവുകളും ഇല്ലാതാകുമെന്നായിരുന്നുവെങ്കിൽ, പക്ഷെ അവിടെ ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറയുന്നത് പോലെ